മന്ത്രിമാരുടെ മറുപടിയാണ് മുഖ്യമന്ത്രി. സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ധനവിനിയോഗ ബില്ലാണ്. ഇവിടെ ഗ്രാൻറ്റുകൾ ഈ സഭ അനുവദിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ് ആർട്ടിക്കിൾ 20 വെച്ചുള്ള സഭ അനുവദിച്ച പണം ചെലവാക്കാൻ. ഞാൻ പുതിയ മെമ്പർമാർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സഭ അനുവദിച്ച പണം അത് ചെലവാക്കാൻ, ധനവിനിയോഗം നടത്താനുള്ള ഈ സഭയുടെ അനുവാദം കൂടി വേണം. സഭ പണം അനുവദിച്ചാൽ പോരാ, ധനം ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള സഭയുടെ അനുവാദത്തിനാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ബില്ല്, ധനവിനിയോഗ ബില്ല് അവതരിപ്പിക്കുന്നത്. ജനങ്ങളുടെ പണം, ജനങ്ങളുടെ നികുതി പണം ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ജനപ്രതിനിധി സഭ നൽകുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 204 അനുസരിച്ചിട്ടാണ് ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർ, ഇവിടെ ഈ പ്ലാനിനെ കുറിച്ചൊക്കെ വളരെ ചർച്ച വന്നു. ഞാൻ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ചർച്ചയിലെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ലോക്കൽ ബോഡിക്ക് കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ച 10,000-ലധികം കോടി രൂപയുടെ 1,500 കോടി രൂപ കുറവ് വരുത്തിയെന്നാണ്. കുറവ് വരുത്താനുള്ള കാരണം നമ്മൾ പറഞ്ഞു. 20,500 കോടി രൂപ പ്ലാനിൽ ഇല്ലാതെ പോയി അവർ കണക്ക് കൂട്ടിയത്. ബാക്കി 15,000 കോടിയാണുള്ളത്. എങ്കിലും 15,000 കോടിയുടെ പ്ലാനല്ല നമ്മൾ വെച്ചത്. ഇവിടെ ഈ 30,000 കോടിയുടെ പ്ലാനാണ്. 5,000 കോടി കുറവ് വരുത്തി, പണം ഇല്ലാത്തതുകൊണ്ട്. ആ 5,000 കോടി രൂപ പല വകുപ്പുകൾക്കായി കട്ട് ചെയ്തപ്പോൾ നമുക്കൊരു 1,500 കോടി രൂപയുടെ കുറവ് വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലെ ചെലവാക്കിയ പണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ അപ്പം എല്ലാത്തിനും മറുപടി പറയേണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെലവാക്കിയ പണവും ഇപ്പം ചെലവാക്കിയ പണവും പറഞ്ഞു. അത് നിങ്ങൾ അംഗങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഓരോ കാലത്തും ഓരോ പ്ലാനാണ്. ഇപ്പോൾ 2011-12 പ്ലാൻ എന്ന് പറയുന്നത് 11,101 കോടി രൂപയാണ്. അത് പിന്നീട് 12-13 14,000 കോടി, പിന്നെ 17,000 കോടി, പിന്നെ 20,000 കോടി, പിന്നെ 24,000 കോടി, അങ്ങനെ വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പഴയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ പ്ലാനിൻ്റെ സൈസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാഗ്നേഷൻ പ്ലാനിൻ്റെ കാര്യത്തിൽ വന്നത് കഴിഞ്ഞ ഈ 5 വർഷക്കാലമാണ് ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ. കാരണം 28,000, 30,000, 3 പ്രാവശ്യം 30,000 കോടി തന്നെ വെച്ചു, ഒരു പെർസെൻറ്റേജ് വർദ്ധിക്കാതെ. എന്നിട്ട് ഇതിൻ്റെ ചെലവാക്കിയ തുക പറയുകയാണ്, പെർസെൻറ്റേജ് ചെലവാക്കിയ തുകയുടെ ആക്ച്വൽസ് പറയുകയാണ്. അപ്പോൾ മൊത്തം പ്ലാനിൻ്റെ എത്രയാണ് ചെലവാക്കിയതെന്ന് പറയുന്നില്ല. മനസ്സിലായത്? അതിനു മുമ്പ് ചെലവാക്കിയത് പ്ലാൻ, ഓരോ കാലത്തെയും പ്ലാനിൻ്റെ സൈസാണ്. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിനേക്കാൾ ചെറിയ പ്ലാനാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ ചെറിയ പ്ലാനാണ്. അതിനേക്കാൾ ചെറിയ പ്ലാനായിരിക്കും AK ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അപ്പോൾ അതൊരു കണക്കാണ്. ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്കാണ് പറഞ്ഞത്. ഇനി പ്ലാൻ നമ്മൾ കുറച്ചൊന്നാണ് പറഞ്ഞത്. 2024-25 30,370 കോടി രൂപയാണ് പ്ലാനിൽ വെച്ചിരുന്നത്. സർ, അത് കഴിഞ്ഞിട്ട് ആ പ്ലാൻ നടപ്പാക്കി കൊണ്ടിരിക്കുമ്പോൾ 31/8/2024 ഒരു ഗവൺമെൻറ് ഉത്തരവാണ്. കേട്ടോളാം നിങ്ങൾ. പ്ലാനിൽ 30,000 കോടിയുണ്ട്. ഉത്തരവിൽ ആദ്യത്തെ 2024-25 സാമ്പത്തിക വർഷം 10 കോടി രൂപയ്ക്ക് മേലടങ്കലുള്ള തുടർ പ്രോജക്റ്റുകൾ, പദ്ധതികൾ ഉൾപ്പെടെ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെ അനിവാര്യത സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി, മറ്റ് സെക്രട്ടറിമാർ, ബന്ധപ്പെട്ട സെക്രട്ടറി എന്നിവരുടെ സമിതി പരിശോധിച്ച് പദ്ധതി മാറ്റിവെക്കുകയോ അനിവാര്യത കണക്കിലെടുത്ത് വകുപ്പിന് ഭരണാനുമതി നൽകിയ ആകെ തുകയുടെ 50% നിജപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ്. അതായത് 10 കോടിക്ക് മീതെയുള്ള എല്ലാ വർക്കിൻ്റെയും പ്ലാൻ സൈസ് അങ്ങ് കട്ട് ചെയ്തു 50%. അപ്പം നിങ്ങൾ വിചാരിക്കും 10 കോടി താഴെയുള്ളത് രക്ഷപ്പെട്ടെന്ന്. അടുത്ത സെൻറ്റൻസ് എന്താണ്? 10 കോടിക്ക് താഴെയുള്ള തുടർ പ്രോജക്റ്റുകൾ ഭരണാനുമതി നൽകിയ മൊത്തം തുകയുടെ 50% നിജപ്പെടുത്തി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ്. 10 കോടിക്ക് താഴെയുള്ളതിൻ്റെയും 50% കട്ട് ചെയ്തു. 10 കോടിക്ക് മീതെയുള്ളതിൻ്റെയും എല്ലാ പ്രോജക്റ്റുകളുടെയും 50% കട്ട് ചെയ്തു. 30,370 കോടി രൂപ പ്ലാനിൽ വെച്ചിട്ട് പ്ലാൻ ഇയർലി വർഷം 8-ാം മാസത്തിൽ തന്നെ, 8-ാം മാസത്തിൽ, അതായത് അവസാനത്തെ ക്വാർട്ടർ എത്തുന്നതിന് മുമ്പ് 8-ാം മാസത്തിൽ തന്നെ ഇത് മുഴുവൻ കട്ട് ചെയ്തു. പ്ലാൻ സൈസ് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത ആളുകളാണ് ഇന്ന് വന്നിട്ട് നമ്മൾ ഈ 20,500 കോടി കിട്ടാത്തതിൻ്റെ പേരിൽ 1,500 കോടി രൂപ കട്ട് ചെയ്തു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത്. എല്ലാത്തിനും മറുപടിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ധനവിനിയോഗ ബില്ലാണ് സഭ പാസ്സാക്കുന്നത്.
ജനങ്ങളുടെ നികുതി പണം സൂക്ഷ്മതയോടുകൂടി കൃത്യമായി ഭംഗിയായി പൂർണ്ണതയോടുകൂടി അത് നടപ്പാക്കും. ജനങ്ങളുടെ നികുതി പണമാണ് ചെലവഴിക്കപ്പെടുന്നതെന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ബോധ്യം വേണം. സാർ, ഞാൻ ഈ മന്ത്രിസഭയ്ക്ക് വേണ്ടി ഉറപ്പ് നൽകുന്നു, ആ പദ്ധതികൾ കൃത്യമായ ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യമായ ദിശാബോധത്തോടുകൂടി ജനങ്ങളുടെ പണമാണ് ചെലവാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ അതെല്ലാം ഭംഗിയായി നടപ്പാക്കും. ഓരോ വകുപ്പിലും സൂക്ഷ്മതയോടുകൂടി എല്ലാ മന്ത്രിമാരും ഉൾപ്പെടെ ഞങ്ങൾ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഈ സഭ പാസാക്കി തന്ന ഈ പണം ചെലവഴിക്കും, ശ്രദ്ധയോടുകൂടി ചെലവഴിക്കും, സമയം വൈകിക്കാതെ. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. 10 കൊല്ലവും 15 കൊല്ലവും വൈകി പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ നികുതി പണം ഒഴുകിപ്പോകുന്നതിന് കണക്കില്ല. അതിന് മാറ്റമുണ്ടാകണം. മാത്രമല്ല സാർ, ഇന്നു മുതൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 1-ാം തീയതി മുതൽ അടുത്ത 100 ദിവസക്കാലത്തേക്ക് 541 പ്രോജക്റ്റുകൾ 100 ദിവസക്കാലം കൊണ്ട് തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിക്കുക. 541 പ്രോജക്റ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന പരിശോധന കഴിഞ്ഞ് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ 541 പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ നടത്തി 100 ദിവസം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഈ പദ്ധതികൾ പൂർത്തിയാക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള യോഗം അതിനുവേണ്ടി വിളിക്കും. സാർ, 100 ദിവസത്തെ 5ആക്കി തിരിച്ച് ഓരോ 20 ദിവസം കൂടുമ്പോഴും ഈ പദ്ധതി എവിടെ വരെ എത്തി, 541 പ്രോജക്റ്റുകൾ എന്നതിൻ്റെ റിവ്യൂ മീറ്റിംഗ് ഉൾപ്പെടെ നടത്തി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അപ്ഡേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഡാഷ്ബോർഡ്, ആധുനികമായ ടെക്നോളജിയുടെ പിൻബലത്തോടു കൂടിയ ഒരു ഡാഷ്ബോർഡ് വെച്ച് ഓരോ പദ്ധതിയുടെയും സ്റ്റേറ്റസ്, ഓരോ പദ്ധതിയുടെയും പൊസിഷൻ ഓരോ 20 ദിവസം കൂടുമ്പോഴും ഓരോ 10 ദിവസം കൂടുമ്പോഴും മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ കൂടി ഈ 541 പദ്ധതികൾക്കുണ്ടാകും. ഈ ഗവൺമെൻറ് ഇപ്രൂവ് ചെയ്യേണ്ടതാണ് ജനങ്ങളുടെ മുന്നിൽ. ഇത് വിശ്വാസ്യതയുള്ള സർക്കാരാണ്, ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്. 541 പ്രോജക്റ്റുകൾ 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത സർക്കാരാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആദ്യത്തെ 100 ദിവസം ഈ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും നടത്തും. അത് ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആവേശം കൂടിയായി, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ആവേശം കൂടിയാവും. കൂടുതൽ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം സമയബന്ധിതമായി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി ഒരു തമാശ പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 മാസം കൂടുമ്പോഴാണ് സാധാരണ ഡെലിവറി ഉണ്ടാകുന്നത്. പക്ഷേ പദ്ധതികൾക്ക് ഓരോ 3 മാസക്കാലവും ഉണ്ടാവും. ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പെർഫോമൻസ് ഓഡിറ്റിംഗ് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആധുനികമായ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയ പരിശോധനയും ഫോളോ അപ്പും ഉണ്ടാവും. ഇത് നടപ്പാക്കി വരുത്താൻ എല്ലാ നിയമസഭാംഗങ്ങളും എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടായ പരിശ്രമം, ഒരു ടീമായി നിന്നുകൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള ഒരുമിച്ചുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന 2, 3, 4 വകുപ്പുകൾ ഭേദഗതിയില്ല. 2, 3, 4 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവരാരുമില്ല. അതുകൊണ്ട് ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. 2, 3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കാമെന്ന പ്രശ്നത്തെ പ്രതികൂലിക്കുന്നവർ ആരുമില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാകുന്നു. 1-ാം വകുപ്പും പീഡിയയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഡിയയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ പ്രതികൂലിക്കുന്നവരാരുമില്ല. 1-ാം വകുപ്പും പീഡിയയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 3-ാം വായന. ഇത് ഞാൻ സഭയുടെ മുമ്പാകെ വയ്ക്കുന്ന ഈ ധനവിനിയോഗങ്ങൾ ബില്ല് പാസ്സാക്കി തരണം എന്നുള്ള ഉപക്ഷേപം ഞാൻ യെസ്, ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പാസ്സാക്കുന്ന ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവരാരുമില്ല. ഉപക്ഷേപം സഭ അംഗീകരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു.